Recording. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Good morning. Morning. Good morning, Miss. Good morning. Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Morning. Morning. Good morning, ma'am. Morning. Prayer start ചെയ്തത് കേട്ടോ. Okay, ma'am. Good morning, ma'am. Morning. This is my prayer, oh Lord of all the earth. Give me the strength to love and serve. Help me be kind in all I do, and let me always follow you. Guide my hand, my heart, my voice. Help me make the wiser choice. This is my prayer to you today. Be with me, Lord, I humbly pray. കഴിഞ്ഞോ? Yes, ma'am. Okay. Thought of the day. മിസ്സിന്റെ മുഖം എന്താ വിളിക്കുന്നത്? എന്തോ മിസ്സിന്റെ മുഖത്ത് എന്താ ചിരിയൊന്നുമില്ല. ചിരിക്കാട്ടോ. എന്തോ നല്ല വിഷമം പോലെ. സൈക്കോളജി പഠിച്ച പിള്ളേരെല്ലാം ഭയങ്കര സൂപ്പർ ആയല്ലോ. ഏത് പേരാണ്? അല്ല, മുഖത്ത് നോക്കിയിട്ടേ പറയണു ഹാപ്പി അല്ലേ, ഹാപ്പി അല്ല എന്നൊക്കെ അവര് തന്നെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. അതെ. ഹാപ്പി അല്ലേ? എന്നിട്ട് മിസ് ഹാപ്പി അല്ലേ? ഇത് സ്ഥിരമായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ടാ. എനിക്ക് തോന്നണേയിരിക്കും. എന്നാ ഇല്ല, മാമിന്റെ ഫേസ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു വന്നത്. ഇപ്പൊ ചിരി വന്നു മാമിന്. അതെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഐ ലവ് യു അങ്ങ് പറയാം. സന്തോഷം. പറയാലോ മാം, ഐ ലവ് യു. ഓക്കെ, താങ്ക് യു. സൈൻ ഇൻ പറയട്ടെ മാം? സൈനിങ് ആരാണ്? ഞാനാണ് മാം. പറയട്ടെ? പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരിക്കൽ ഒരു കുട്ടി തന്റെ അച്ഛന്റെ കൂടെ പാർക്കിൽ പോയി. പല നിറങ്ങളിൽ ആകാശത്തിലോ പറക്കുന്ന പട്ടങ്ങൾ കണ്ടപ്പോൾ മകൻ അച്ഛനോട് തനിക്ക് ഒരു പട്ടം വാങ്ങി തരാമോ എന്ന് ചോദിച്ചു. അച്ഛൻ മകന് പട്ടം വാങ്ങിക്കൊടുത്തു. അവൻ ആ പട്ടം ഉയരങ്ങളിലേക്ക് പറത്തി കളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഈ നൂലില്ലായിരുന്നെങ്കിൽ ഈ പട്ടം കൂടുതൽ ഉയരത്തിൽ പറന്നേനെ, അതുകൊണ്ട് ഞാൻ ഇതിന്റെ നൂല് പൊട്ടിക്കും. അച്ഛന്റെ മറുപടി കേൾക്കാൻ പോലും തയ്യാറാകാതെ അവൻ ആ പട്ടത്തിന്റെ നൂല് പൊട്ടിച്ചു. അവൻ വിചാരിച്ചതുപോലെ തന്നെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു. അവൻ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അത് ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് പതിയെ വീണുപോയി. അവൻ തന്റെ അച്ഛനോട് പോയി ചോദിച്ചു, അച്ഛാ, ഞാൻ കരുതിയത് നൂല് പൊട്ടിച്ചാൽ പട്ടം ഫ്രീ ആയി കൂടുതൽ ഉയരത്തിൽ പറക്കും എന്നാണ്. പക്ഷേ അതെങ്ങനെയാ താഴെ വീണത്? അപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ പട്ടം കാറ്റിനെ ഓവർകം ചെയ്ത് ഉയരത്തിൽ പറന്നത് അതിന് നൂലിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. നീ ആ നൂല് പൊട്ടിച്ചപ്പോൾ അതിന്റെ സപ്പോർട്ടും പോയി. ഈ പട്ടം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ പാരൻസും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നാം ഉയരങ്ങളിൽ എത്തിച്ചേരുന്നത്. അവരുടെ സപ്പോർട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ ഈ പട്ടം പോലെ നമ്മളും ജീവിതത്തിൽ തോറ്റുപോകും. സെൻഡ് ബൈ ശാന്തി ഫ്രം കാസർഗോഡ്. താങ്ക് യു മാം. വെരി ഗുഡ്. താങ്ക് യു. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് മാം. പിള്ളേരെ PDF എടുക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ? അതില് PDF ഓപ്പൺ ആവുന്നില്ല. ടെക്സ്റ്റ് ഉണ്ട് മാം, എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല. ഓക്കെ. ഉണ്ടല്ലേ? ഓക്കെ. യെസ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമാണ് മാം. സുഖമാണ്.
നമ്മുടെ ക്ലാസ്സിൽ ആർക്കാണ് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്നത്? എല്ലാവരും എനിക്കറിയാം അറിയാം. എന്റെ വിശ്വാസം. എനിക്കറിയാം മാം. എല്ലാവർക്കും അറിയാം. എനിക്കറിയാം. എനിക്കറിയാന്നാണ് എന്റെ വിശ്വാസം. അറിയാമെന്നാണ് വിശ്വാസം. ഓക്കെ ഓക്കെ. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു വിഭവം എന്താണ്? എല്ലാം നന്നായിട്ട് ഉണ്ടാക്കുന്നത്. ചായ. ചായ ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഉണ്ടാക്കുന്ന ആരാ പറഞ്ഞേ? ഞാൻ ചെയ്യുന്നത് മാമ്പഴം. ആരാ പറഞ്ഞത് ചായ നന്നായിട്ട് ഉണ്ടാക്കുന്ന? ഞാൻ പറഞ്ഞിരുന്നു. ഞാനും പറഞ്ഞിരുന്നു. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഭക്ഷണത്തില് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുക്കിംഗ് മേഖലയിൽ ഏറ്റവും പെർഫെക്റ്റ് ആവാത്തത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് എന്ത്? ചായ ഉണ്ടാക്കാന്ന് പറയുന്നത് അല്ലെ? ചിക്കൻ കൊണ്ടാട്ടൊക്കെ നിൽക്കട്ടെ ഫാത്തിമ, നമ്മൾ അതിലേക്ക് വരും. ഫസ്റ്റ് നമ്മ ചായ ഉണ്ടാക്കും. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന സമയത്ത് ചിലവർ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഒരുവിധം സ്റ്റുഡൻസിനെ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി മിണ്ടാതിരുന്നേ ഫിഷ് ഞാൻ പറയട്ടെടാ. ഓക്കെ, ചായ നമ്മളെ ഒരുപാട് ചെറിയൊരു ജീവിത പ്രശ്നത്തിലെ ഏറ്റവും ഒരു വലിയൊരു കണ്ടന്റ് ആയിരിക്കും ചായ എന്ന് പറയുന്നത്. ചായ ഉണ്ടാക്കിയ പ്രശ്നം മൂലം പല കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചായയിൽ മധുരം കൂടി, മധുരം ഇല്ലായ്മ, ചായയിൽ ഉപ്പിട്ടവരുണ്ട്, ചായയിൽ ശർക്കര ഇട്ടുണ്ടാക്കിയവരുണ്ട്, ഏലക്കായ കൂടി മിക്സ് ചെയ്ത് പലതരത്തിലുള്ള ഒരു വിഭവമാക്കി ചായനെ കൊണ്ടുവരാൻ ശ്രമിച്ചവരുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലരും ചായ ഉണ്ടാക്കുന്ന ആ ഒരു ആദ്യത്തെ ഘട്ടത്തില് ശരിയായി അങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ചായ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ചു, ചെറിയൊരു സാധനമാണ്, പക്ഷെ അത് വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പലരുടെയും ജീവിതത്തിൽ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ചായ ആദ്യം ഉണ്ടാക്കിയപ്പോ കുളമായി, പിന്നീട് ഉണ്ടാക്കിയപ്പോ പിന്നെയും കുളമായി, അങ്ങനെ ഉണ്ടാക്കി കുളമാക്കി പിന്നീട് അങ്ങനെ പോയി എന്താണ് എപ്പോഴൊക്കെ ഇതിനൊരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ ഇത് വന്നു അല്ലെ? കറക്റ്റ് മധുരം, കറക്റ്റ് പാകം, കറക്റ്റ് കടുപ്പം, നല്ലൊരു ചായ അല്ലെ? അതാണ് ചായ. അങ്ങനെയായി നിങ്ങളുടെ ചായ ഒരു നല്ല ചായയായി അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മൾ സിനിമയിലും അല്ലാതെ വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയല്ല. എപ്പോഴെങ്കിലും ആദ്യം മധുരം ഉണ്ടാവില്ല, ഭയങ്കര കയ്പായിരിക്കും, പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വരും അല്ലെ? എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവും. പക്ഷെ ഒരുപാട് വർഷം എടുക്കും അതിന്. വർഷം എടുത്തോട്ടെ സാധനം എപ്പോഴെങ്കിലും ശരിയാവുമല്ലോ. എപ്പോഴെങ്കിലും ശരിയാവുന്ന പ്രതീക്ഷയിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ചായ നന്നാക്കി ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പൊ ചായ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ ഉണ്ട്. ചായക്ക് ചൂട് കൂടിപ്പോയിട്ട് ഹസ്ബൻഡ് ഗ്ലാസ് ഓർക്കെടുത്ത് എറിഞ്ഞു, പൊട്ടിച്ചു, നശിപ്പിച്ചു അല്ലെ? പൊട്ടിച്ച് ഞാൻ തൊടിച്ചില്ല, മൂപ്പറെ കൊണ്ട് തന്നെ തൊടിപ്പിച്ചു. ഓക്കെ, യെസ്. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്തു? പിന്നെ ഞാൻ എപ്പോഴും ചായ തണിച്ചു കൊടുക്കാൻ ശ്രദ്ധിച്ചു. ചായയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു അല്ലെ? അതോടൊക്കെ മൂപ്പര ദേഷ്യവും മാറി. ഇപ്പൊ ചായ നന്നായിട്ട് ഉണ്ടാക്കോ? ചായ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. ചായ ഞാൻ കല്യാണത്തിന് മുന്നേ നല്ലോണം ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇവരെ കുടുംബക്കാർ തന്നെ എല്ലാവരും, അധികം ആൾക്കാരും തലവേദന ഒരു ചായ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ച് സോപ്പിട്ട് വെല്ല ചായ ഉണ്ടാക്കിക്കലുണ്ട്. പക്ഷെങ്കിൽ അതിന്റെ പ്രശ്നം കൊണ്ടല്ല, ചൂട് ഞാന് പെട്ടെന്ന് നേരം വൈകണ്ടായ പെട്ടെന്ന് എടുത്ത് കൊടുത്തതാ. മുനീറക്ക് നന്നായിട്ട് സുലൈമാനി ഉണ്ടാക്കാൻ അറിയാമോ? ഉണ്ടാക്കലുണ്ട്. അറിയാം. സുലൈമാനിലെ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് എന്ത് സാധനമാണ്? ഏലക്കായ. ഏലക്കായാണ്. ഓക്കെ, ഏലക്കായ എങ്ങനെയാണ് നിങ്ങൾ ചേർക്കാറ്? എങ്ങനെയാണ് ഏലക്കായ എങ്ങനെ ചേർക്കാറ്? പൊട്ടിച്ചിടോ അല്ലെങ്കിൽ പൊടിച്ചിടോ അല്ലെങ്കിൽ ചതച്ചിടോ? എങ്ങനെ ഇടാറ്? നമ്മളിവിടെ പഞ്ചസാരക്കൊപ്പം പൊടിച്ചിടുകയാണ് ചെറുങ്ങനൊന്ന് ചതക്കിടും. ഞാനത് മ്യൂട്ടായി പോയത് അറിഞ്ഞില്ല. അല്ലെ? വെറുതെ ഇടും അല്ലെ? കുറെ നേരം തിളപ്പിക്കുകയാണെങ്കിൽ വെറുങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇപ്പൊ മുനീറുടെ ചായ എങ്ങനെയുണ്ട്? ഇപ്പൊ ഏലക്കായൊന്നുമില്ല, പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ലേശൊരു കടുപ്പത്തില്, ലൈറ്റ് അല്ല കുറച്ച് കടുപ്പത്തില്. മധുരം അധികം പറ്റൂല, വീട്ടിലാർക്കും മക്കൾക്ക് വരെ ഇഷ്ടമല്ല മധുരം കൂടുതൽ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ വേണ്ട, രാവിലെ എഴുന്നേറ്റ് അതുപോലെ രാവിലെ വേണ്ട, രാവിലെ നമുക്ക് ചിലപ്പോ ഒന്നും ശരിയായില്ല, വൈകിട്ട് ഒരു ഈവനിങ് ടൈമില്
നമ്മളൊരു നല്ലൊരു വിൻഡോന്റെ അടുത്തിരിക്കുകയാണ് അല്ലെ, ഒരു വിൻഡോ പ്ലേസിൽ ഇരിക്കുകയാണ്. നല്ല ചൂടുള്ള നല്ല മധുരമുള്ള ചായ, അത്ര മധുരമൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു മധുരമുള്ള ചായ. അതിങ്ങനെ നല്ലൊരു കപ്പില്, നല്ല കപ്പ് എന്ന് വെച്ചാൽ നല്ലൊരു വെളുത്ത കപ്പ്, നല്ല വെള്ള കളറുള്ള ഒരു വെള്ള കളറുള്ള കപ്പില് ഇങ്ങനെ പതിയെ ആവി പറക്കുന്ന രീതിയിൽ നമ്മളുടെ മുന്നിൽ കൊണ്ട് തന്നേക്കാണ്. നമ്മള് വിൻഡോ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ, നമ്മൾ വിൻഡോ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വിശാലമായ മാന്തോപ്പിലോട്ടൊക്കെ നോക്കി നമ്മൾ ഇരിക്കുകയാണ് ക്ലാസ്സുകാരൻ. എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് മുന്നിൽ ചായ വരുന്നത്. ചൂട് വിറക്കുന്ന ആ ചായ ഒന്ന് ആലോചിച്ചു. ചൂട് വരയ്ക്കണം, മുകളിൽ ഇങ്ങനെ ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ചായ അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ സ്മെല്ല് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ, സ്മെല്ല് വരുന്നുണ്ട്, ചായ വരുന്നുണ്ട്, ചായയാണ്. കുറച്ചുകൂടെ അറിയാൻ പറ്റും. കയ്യിൽ വാങ്ങിച്ച് മിണ്ടടിക്കും കയ്യിലെടുത്ത് നമ്മള് കയ്യിലെടുത്തു, ചായ കയ്യിലെടുത്തു, ഒന്ന് ജസ്റ്റ് അതിലേക്ക് ഒന്ന് നോക്കി, ചായനെ ഒന്ന് നോക്കി നമുക്ക് അല്ലെ. നോക്കിയ ശേഷം ചായ നമ്മളെ നോക്കി ചിരിക്കും. എങ്ങനെയാണ് ചായ നമ്മളെ നോക്കി ചിരിക്കുന്നത്? അതിനുള്ളിൽ കുറെ പത ഉണ്ടാവും അല്ലെ, ആ പതകള്, ആ ബബിൾസ് ഇങ്ങനെ ടിക് 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 ഇങ്ങനെ പൊട്ടിപ്പൊട്ടിരിക്കും അല്ലെ. അത് നമ്മളെ നോക്കി ചിരിക്കുകയാണെന്ന് വിചാരിച്ചു. ചിരിച്ച് നമ്മളും ഒരു സ്മൈൽ കൊടുത്തു, ഇഷ്ടത്തോടെ അതിലേക്ക് കുടിക്കുകയാണ് അല്ലെ. പതിയെ നമ്മുടെ ഗുപ്തൻ ഊതി ഊതി കുടിച്ചതുപോലെ ടീച്ചർ കൊതിപ്പിക്കാണിത്. ചായ കുടിച്ച് കഴിഞ്ഞില്ല, ചായ കുടിച്ച് കഴിഞ്ഞില്ല, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ഉള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആശ്വാസം, ഇവിടെ മുതല് ചുണ്ടിൽ മുതല് താഴേക്ക് ഇറങ്ങുന്ന വരെ കിട്ടുന്ന ഒരു ആശ്വാസം എവിടെയും പിന്നെ കിട്ടില്ല. ആ ഒരു സമയത്ത് വളരെ പീസ്ഫുൾ ആണ് നമ്മൾ അല്ലെ, ഭയങ്കര സമാധാനത്തിലാണ് ആ ചായ കുടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? ആ ചായയുടെ രുചി മനസ്സിലാവും. എന്താണ് ആ ചായ, അത് കഴിക്കുമ്പോൾ നമ്മുടെ ഫീലിംഗ് എന്താണ്? കുറച്ചു നേരം അതെങ്ങനെ ആസ്വദിച്ചിരിക്കുക. ഒന്നിരുന്ന് കുടിച്ചു നോക്കിയ നിങ്ങള്. മിസ് പറയുമ്പോ തന്നെ ഞാള് കുടിച്ച് കഴിഞ്ഞ മിസ് പറഞ്ഞത് സത്യ. പറഞ്ഞപ്പോ ഞാനത് ശ്രദ്ധിച്ചു. ശരിയാണ്, ചില സമയത്ത് ചായ കിട്ടുമ്പോ ഒരു ഭയങ്കര ഫീലാ. പങ്കിനോട് ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നല്ലൊരു കപ്പ വറുത്തത് അല്ലെങ്കിൽ നല്ലൊരു മിക്സർ ഒന്നെടുത്ത് കഴിച്ച് ആ ചൂടുള്ള ചായ, എരിവുള്ള മിക്സർ ചൂട് ചായ, എന്തൊരു കോമ്പിനേഷനാണ് അല്ലേ. കഴിച്ച് അതിങ്ങനെ ഇടയ്ക്ക് കുറച്ച് ചായ, ഇടയ്ക്ക് കുറച്ച് മിക്സർ ഇങ്ങനെ കഴിച്ച് മാന്തോപ്പിലോട്ടൊക്കെ നോക്കി പതിയെ സൂര്യൻ ഇങ്ങനെ മങ്ങി വന്ന് ചെറിയൊരു ഇളം കാറ്റൊക്കെ നമ്മളുടെ ഇടയിൽ അടിച്ച് മുഖത്തൊക്കെ തലോടി പതിയെ സന്ധ്യ മയങ്ങുന്ന ഒരു സമയമാവും. ഏകദേശം ഇത് കുടിച്ചു കഴിയുമ്പോഴേക്കും അല്ലെ, അപ്പൊ കിട്ടുന്ന ഒരു റിലാക്സേഷൻ. ഇന്ന് വൈകിട്ടൊന്ന് പോയിരുന്നെങ്കിൽ ചെയ്തു നോക്കണം. രാവിലെ അങ്ങനെയാ. അതെ, ഒരു കാര്യം പറയട്ടെ, ചായ ചിലപ്പോ ആരും എടുത്ത് തരില്ല കേട്ടോ. അപ്പൊ സ്വന്തമായിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുക, ആരെ കേട്ടോ. മിസ്സേ, ഞാൻ ഷുഗർ കട്ട് ചെയ്തേക്കാരണം, എന്നെ കൊണ്ട് വീണ്ടും ഷുഗർ കഴിപ്പിക്കുവോ? എന്താണ് തസ്നി? ഷുഗർ കട്ട് ചെയ്തേക്കായിരുന്നു, ഷുഗർ കഴിപ്പിക്കുവോന്ന്? തസ്നിക്ക് ഷുഗർ ആണെങ്കിൽ തസ്നി എന്താണ് ശർക്കര കഴിക്കും. ഡയറ്റിന്റെ ഭാഗമായിട്ട് ഷുഗർ കട്ട് ചെയ്തേക്കായിരുന്നു. ഡയറ്റിന്റെ ഭാഗമായിട്ട് കട്ട് ചെയ്തെങ്കിൽ എന്താണ് ശർക്കര പൊടി ഇട്ട് കഴിക്കൂ. ഡബിൾ ഹോക്സിന്റെ ശർക്കര പൊടി കിട്ടും പാക്കറ്റില്, ഇതിട്ട് കഴിക്കുക കേട്ടോ. എന്ത് കഴിച്ചാലും ചായ കഴിക്കുന്നത്. ചപ്പി കുടിച്ചിട്ട് പോകും. ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നു, നിങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് ചായ ഉള്ളിലേക്ക് ചെന്നു അതിനെ ഉള്ളിൽ വെച്ച് ആസ്വദിക്കാറുണ്ടോ? ഉള്ളിൽ വെച്ച് പെട്ടെന്ന് വിഴുങ്ങാതെ, പെട്ടെന്ന് അങ്ങ് ഇറക്കി കളയാതെ ഉള്ളിൽ വെച്ച് ആസ്വദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയല്ല നമ്മളെല്ലാരും ചായ കുടിക്കണല്ലേ, വെള്ളം കുടിച്ചോ? വിഴുങ്ങരുത് ചായ, വിഴുങ്ങരുത് ചായ. നമ്മൾ ആസ്വദിച്ചല്ലേ കുടിക്കുന്നേ. നമ്മള് ചായ കുടിക്കുമ്പോ ഞാനൊക്കെ രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ മാം പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട കപ്പ്, എനിക്ക് മാത്രം ഒരു ബ്ലാക്ക് കപ്പുണ്ട്. ബാക്കി എല്ലാവർക്കും മക്കൾക്ക് 3 പേർക്കും ഒരേ ടൈപ്പ്, ഹസ്ബൻഡിന് വേറെ ടൈപ്പ്, അങ്ങനെ ഒരു 5 ടൈപ്പ് കപ്പാണ് നമ്മുടെ വീട്ടിലുള്ളത്. അതിൽ എനിക്ക് ബ്ലാക്ക് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ബ്ലാക്ക് കപ്പിലാണ് ഞാൻ ചായ കുടിക്കുക. അപ്പൊ ഞാൻ ബ്ലാക്ക് കപ്പിലെടുക്കും. ഹസ്ബൻഡിന് ചില്ല് പോലത്തെ ഒരു ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഒരു ചില്ലില്ലേ, അതുപോലത്തെ കപ്പാണ് ഹസ്ബൻഡിന്റെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരോട് ചായ എടുത്തിട്ട് ഇറയത്ത് പോരുന്ന്, രാവിലത്തെ കാര്യമായിട്ടാ പറയണേ. അപ്പൊ ഇറയത്ത് പോരുന്ന് ഞങ്ങൾ രണ്ടുപേരോടെ ആ തറയിൽ ഇരുന്നിട്ട് ചായ കുടിക്കും. അത് നമ്മൾ ആസ്വദിച്ചാൽ കുടിക്കണം. ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണ എപ്പോഴും അങ്ങനെയായിരിക്കും. ഭയങ്കര ഹാപ്പി അന്നേരം. അപ്പൊ നല്ലൊരു ചായ കുടിച്ചൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടി അല്ലെ.
അപ്പൊ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ചെറിയ സാധനം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ചെറിയ സാധനമാണ്, പക്ഷെ നമ്മൾ മിക്കവരും ഡെയിലി കുടിക്കുന്നതാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്ത്, അല്ലെങ്കിൽ ഒരു ഭക്ഷണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡ്രിങ്ക്സ് ആണ് എന്ത്, ചായ എന്ന് നമുക്ക് വേണ്ടി പറയാം. പല ടൈപ്പിൽ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും അല്ലെ? പല രീതിയിൽ പാലൊഴിച്ച് ഉണ്ടാക്കാം, വെറുതെ തേയിലയും വെള്ളവും ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇനി കാപ്പിച്ചീനോ അങ്ങനെയൊക്കെ ചായകൾ പറ്റില്ലേ? കോഫി, നല്ല കാപ്പി. ഈ ചായനെ മറികെടുക്കുന്നവനാണ് കേട്ടോ കാപ്പി എന്ന് പറയുന്ന സാധനം അല്ലെ? കാപ്പി കുടിച്ചിട്ടുണ്ട് നിങ്ങള്? കാപ്പി കാപ്പി കാപ്പിയെ കുടിച്ചിട്ടില്ലേ? ചായ 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 കുടിച്ചിട്ടില്ലേ? ഇല്ലേ? യെസ്. നല്ല കാപ്പി എന്ന് പറയുന്നത് നല്ല ട്രെയിനിയാണ്. ട്രെയിൻ യാത്ര ചെയ്തവർക്ക് അറിയാൻ പറ്റും. നല്ല കാപ്പി കിട്ടും, നല്ല ചൂടുള്ള കുഞ്ഞി കുഞ്ഞി ഗ്ലാസ്സില് അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല കാപ്പി കിട്ടും. നല്ല രസമാണ്. പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് കിട്ടും. ഐ ലൈക്ക് ചായ. അതാരാണോ പറഞ്ഞത്? കണ്ടോ, ഇവിടെ ഒരു പരിഷ്കാരി പറഞ്ഞത് കണ്ടോ നിങ്ങൾ? ഐ ലൈക്ക് ചായ. എനിക്ക് ചായ ഇഷ്ടാ, പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ചായ നിർത്തി വരിക. PDF എപ്പോ ഓപ്പൺ ആവുന്നു അപ്പൊ നമ്മുടെ ക്ലാസ് എടുക്കും കേട്ടോ. PDF ഓപ്പൺ ആവുന്നില്ല നാളെ കേട്ടോ. എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഇരുത്തണ്ടേ? എന്തെങ്കിലുമൊക്കെ പറയാൻ. ഞാൻ അലമ്പുണ്ടാക്കുന്നില്ല മിസ്. മാമിന്റെ മകൻ ചായ കണ്ടു വിടർന്നു. ആക്ടിവിറ്റി കൊടുക്കാനൊന്നുമില്ല, ആക്ടിവിറ്റി കൊടുക്കാനൊന്നുമില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും മാമിന്റെ ചായ കാണാൻ നല്ല രസമുണ്ട്. എന്താണ്? അല്ല, മാമിന്റെ ചായ കാണാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. താങ്ക് യു. ഏത് ചായയാണോ? ഈ ചായയാണോ ഈ ചായയാണോ? കുടിക്കുന്നല്ല, മറ്റേ ചായ. അതെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. രണ്ടാമത്തെ ചായ. ഇവിടെ ഒരാൾ പഠിപ്പിക്കാൻ പറയുന്നുണ്ട്. ആളോട് ഞാൻ പറയാമല്ലോ, നമ്മുടെ PDF ഓപ്പൺ ആവുന്നില്ല. അതുകൊണ്ടാണ് എന്റെ കയ്യില് സാധനവും ഇല്ല പഠിപ്പിക്കാനുള്ള. എന്ത് പറ്റിയെന്ന് അറിയില്ല. അത് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ക്ലാസ് നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ സൈക്കോളജിയുടെ ഒരു ശാപമാണ്. ആ ചാപ്റ്റർ എങ്ങനെ ഒന്നും തീരില്ല പിള്ളേരെ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇതിനെപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആണ് ഇത് തീർക്കാൻ. ഇന്ന് തീർക്കാൻ വേണ്ടി ഞാൻ നമ്മളാ ഇന്നും തീർത്തില്ല അത്. യെസ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മളുടെ മൺഡേ നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞില്ല, വിവരമൊക്കെ അറിഞ്ഞിരുന്നോ? കേട്ടില്ല. മൺഡേ ക്ലാസ് ഉണ്ടാവില്ല. നമുക്ക് MT യുടെ കോൺവോക്കേഷൻ ആണ്. ഫസ്റ്റ് MT ക്ലാസിന്റെ കോൺവോക്കേഷൻ ആണ് കേട്ടോ, ഫസ്റ്റ് ബാച്ചിന്റെ. ഓക്കെ, അപ്പൊ നമ്മളത് തുടക്കം കുറിക്കാൻ പോണേണ്. പുറകെ നിങ്ങൾ ഉണ്ടാവും. യെസ്. അപ്പൊ കുറച്ച് വെറൈറ്റി ആയിട്ട് എടുക്കാം. എല്ലാ പ്രാവശ്യവും കോൺവോക്കേഷൻ നടക്കുന്നത് പോലെയല്ല, കുറച്ച് ഡിഫിക്കൽട്ട് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് നമ്മളൊന്ന് വേറൊരു കോൺസെപ്റ്റിലാണ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്നിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഡാൻസും കാര്യങ്ങളൊന്നും നോക്കണ്ട. അല്ലാതെ കോൺവോക്കേഷന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ MT സ്റ്റുഡൻസിന് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ദിവസം എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. അവർക്ക് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ ഫീഡ്ബാക്സ് പറയണം. ക്ലാസ്സിൽ കയറുമ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേ കയറുന്നത് പറയണം. അപ്പൊ പതിയായിരിക്കുള്ള നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നത്, പെട്ടെന്ന് കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റി. അല്ലാതെ സ്റ്റേജിലെ കാര്യങ്ങൾ കുറേയൊക്കെ മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ തടസ്സങ്ങൾ. എല്ലാ ദിവസം ആവില്ലല്ലോ ഒരു ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അപ്പൊ അതിലേക്ക് മറികടന്ന് MTക്ക് ഒരിക്കലും അതൊരു പോരായ്മയും വരാത്ത രീതിയിൽ ഞാൻ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് നടക്കുമെന്ന് അറിയില്ല, എങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടാവണം, നല്ല രീതിയിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവിനേക്കാൾ സ്ട്രെങ്ത് ഉണ്ട് MTക്ക്. അത് 2 ബാച്ചിന്റെ 3 ബാച്ചിന്റെ ഒരുമിച്ച് അടുത്താണ് കേട്ടോ. സ്ട്രെങ്ത് ഉണ്ടോ? ഞങ്ങൾ കണ്ടു ഇവിടെ ഗ്രൂപ്പില് പ്രസീത മാം ഇട്ടിട്ടുണ്ട് MT 1, 2, 3. MT 1, 2, 3 ഇതിലൊന്നും ടീച്ചർ എടുക്കുന്നില്ല. അതാണ് വേറൊരു പ്രത്യേകത. എനിക്ക് അവരെ ആരും അറിയുന്നില്ല. അതാണ് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നിങ്ങളാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. ആ ഒരു ദിവസത്തിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ. അപ്പൊ എന്തോ നമ്മളും കട്ട വെയിറ്റിംഗ്. അതെ അതെ,
പുറകെ ഉണ്ടാവും, പുറകെ വരും. ഇപ്പൊ MP 6 കഴിയും, 5 കഴിയും, 6 കഴിയും, 7. അതന്നെയായി. നിങ്ങൾ പെട്ടെന്ന് ദിവസങ്ങളും മാസങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് അല്ലെ? ഇനി ശരിക്കും ഒരു 3 മാസമൊക്കെ അല്ലേ മാം ക്ലാസ് ഉണ്ടാവുള്ളൂ? അതെ അതെ അതെ, 3 മാസത്തിൽ അതിന് തീരും. അപ്പൊ ഏറ്റവും കൂടുതൽ മുന്നിൽ പോകുന്ന ബാച്ച് എന്ന് പറഞ്ഞാൽ 7th-കാരാണ്. MT 7-ലെ കുട്ടികളാണ്. എന്നുവെച്ചാൽ സ്ട്രെങ്ത് കുറവാണ്, അവര് അധികം റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ക്ലാസ് കംപ്ലീറ്റ് പോകുന്നുണ്ട്. ഒരു ആക്ടിവിറ്റീസിലൊന്നും അധികം പങ്കെടുക്കില്ല, സംസാരിക്കില്ല. അത് ഒരു 10-25 പേര് മാത്രമേ ഉണ്ടാവാറുള്ളൂ ക്ലാസ്. അതുകൊണ്ട് അവരാണ് ഇപ്പൊ എല്ലാവരും മുമ്പിലേക്ക് എത്തുന്നത്. അവരുടെ ചാപ്റ്റേഴ്സ് കൂടുതലും കഴിയാറായി. 6ന്റെ ഒന്നും അത്ര ആയിട്ടില്ല. നിങ്ങളെ തീർക്കും. അത് ഇങ്ങനെ പറയുമെങ്കിൽ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ തീരും കേട്ടോ. പിന്നെ അപ്പൊ ഫസ്റ്റ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണേണ്. അപ്പൊ നിങ്ങളുടെ MT 8 സ്റ്റുഡൻസിന്റെ എന്തൊക്കെയാ ആശംസകൾ ഉണ്ടായിരിക്കണം. മൊത്തം എത്ര ബാച്ച് ഉണ്ട് മാം? ഇപ്പോ MT 12 ബാച്ച് ഉണ്ട് ഇപ്പൊ. MTക്ക് 13ാമത്തെ ബാച്ച് ആവുന്നു. MT 13 ആവാൻ പോകും. നിങ്ങൾ PGയിൽ ചോദിച്ചിട്ടുണ്ടോ? നെക്സ്റ്റ് ബാച്ച് എന്നാ മാം തുടങ്ങുന്നത്? നെക്സ്റ്റ് ബാച്ച് എന്നാണ് ഓപ്പൺ ചെയ്യുന്നത്? നെക്സ്റ്റ് ബാച്ച് അത് അവരൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. എനിക്കറിയില്ല. ഇപ്പോള് PGയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? മാം PGയുടെ ഗ്രൂപ്പ് പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന്. PGയിൽ വേറെ ടീച്ചറുണ്ടാവും, വേറെ 2 ടീച്ചേഴ്സ് ഉണ്ടാവും കേട്ടോ. ഓക്കെ ഉമ്മ. അശ്വതി മാം ഇല്ലേ? 9th ക്ലാസ് തന്നെ. അതെ അതെ. ഓക്കെ, നമ്മള് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. സൈക്കോളജിയുടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? PG ക്ലാസ് തുടങ്ങുന്നത് ഓപ്പൺ ആയില്ലോ? ഓപ്പൺ ആവുന്നില്ല. ഞാൻ അല്ലാതെ ഒരു ഭാഗത്ത് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയിരിക്കാം. നമ്മള് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അതെ മാം. ഓക്കെ, അതില് മാം ഡേസി സത്യം പറഞ്ഞ ഡേസി ഞാനിപ്പോ വിചാരിച്ചുള്ളൂ ഡേസിന്റെ ഫേസ്. സത്യം, അമ്മയാണ് സത്യം. കറക്റ്റായിട്ട് ചായ ഉണ്ടാക്കി തന്നപ്പോ. ഓഫ് ചെയ്യില്ലേ? ക്യാമറ ഓഫ് ചെയ്യില്ലേ? ഡേസി എടോ, ചായയേക്കാൾ മധുരമാണ് ഡേസിന്റെ ചിരി കാണാൻ. ഇതിനെന്തെങ്കിലും പ്രത്യേക ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ ഡേസി? ഒന്ന് ചിരിക്കാതിരിക്കും. പ്രത്യേകമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ ചിരിക്കാനായിട്ട്? ഇത് നിങ്ങൾ കണ്ട ഇത്? ഇല്ല, ഒന്നുമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ ടീച്ചർ? സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ, എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ഡേസി? എപ്പോഴും അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ തന്നെയാണ്. വീട്ടിലൊരിക്കലും രൗദ്രഭാവത്തിൽ കാണിക്കാറില്ല? അതേ ഉള്ളൂ. പ്രിയതമനുണ്ടെങ്കിൽ ആരൊക്കെയുണ്ട് ഡേസി വീട്ടില്? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡിന്റെ ഫാദർ, മദർ, പിന്നെ 2 കുട്ടികള്, ഒരു മോളും ഒരു മോനും. പിള്ളേരൊന്ന് വിളിച്ചു വേണമെങ്കിൽ കാണിച്ചു. ഇങ്ങനെ അമ്മ പിള്ളേരൊന്ന് കാണിച്ചു. ഇതേപോലെ പിള്ളേരെ കാണിച്ചു തരാം.
അല്ലെങ്കിൽ ഒരു സന്തോഷമല്ലേ ചിരിക്കുന്ന ഒരാളുടെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ. നമ്മുടെ ക്ലാസ്സിൽ ഒരു പുഞ്ചിരി മുത്താണ് ഡേയ്സി എന്ന് പറയാം നമുക്ക് അല്ലെ. MT8ന്റെ ഒരു സ്മൈലിംഗ് ഫേസ് ആണ്. എല്ലാവരും ഫേസിൽ ഉണ്ട് കേട്ടോ, പക്ഷെ ഡേയ്സിന് എപ്പോഴും ഇങ്ങനെയാണ്. എപ്പോ നമ്മൾ സ്ക്രീനിൽ കണ്ടാലും ഡേയ്സിന് ഇങ്ങനെയാണ് അല്ലേ. സന്തോഷമാണ്. ഹായ് ഹായ്. അയ്യോ പല്ലക്ക് തീർന്നു. പല്ലക്ക് ഇവിടെ പോയി. പേര് പറയൂ, പേര് പറയൂ. പല്ലില്ലെന്നേ ഉള്ളൂ. നല്ല അടിപൊളി ഗായകനാണ് കേട്ടോ മിസ്. നല്ല സൂപ്പറായിട്ട് പാടും. ആണോ? ഒരു പാട്ട് പാടാവോ? ഒരു 2 ലൈൻ പാടിക്കോ. ടീച്ചറാണോ ഒന്നും പറയില്ല കേട്ടാ. പാടിക്കോ. തന്മണി അൻപോട് കാതലേ ഞാനേതു കരുതമേ കരുതമേ പൊന്മണി വീട്ടിൽ സൗഖ്യമാ ഞാനെന്ത് സൗഖ്യമേ സൗഖ്യമേ ഒന്ന് എന്നെ പാർക്കിൽ കവിത കുറ്റത് അത് എനിക്കിൽ പാട്ട് കുറ്റത് ഓഹോ കണ്ണണി അൻപോട് കാതലേ പുനിതമാണ്. താങ്ക് യു. ഹായ്, ഇതാരാണ്? ഡേയ്സിന്റെ മോളാണ് അല്ലേ? ഹന്ന. ഹന്ന. ഹന്ന ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു? 7th. ഓക്കെ, വെക്കേഷൻ ആണല്ലേ? പോലത്തെ പകുതി ചിരി കിട്ടിയിട്ടുണ്ട്, കുറച്ച് ചിരി. അമ്മ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കോ? അമ്മ എപ്പോഴും ഇങ്ങനെ ചിരിയാണോ? ഇപ്പൊ അവിടെ നിന്ന് പേടിപ്പിച്ചോണ്ടിരിക്കല്ലേ? അങ്ങനെ പറയരുത്. ഓക്കെ, താങ്ക് യു. കണ്ടതിൽ സന്തോഷം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. നന്നായിട്ട് പാടി. താങ്ക് യു മാം. ഓക്കെ. ഒരു PDF ഇല്ലാത്തൊരു അപാരതയിലേക്ക് നമ്മൾ കണ്ടത് അല്ലെ. PDF ഓപ്പൺ ആയില്ല, എങ്ങനെ ക്ലാസ് കൊണ്ടുപോകുന്ന പേടിച്ചിരിക്കായിരുന്നു. എങ്ങനെയൊക്കെ പോയി. ഒരു ചായയിൽ നിന്ന് തുടങ്ങി നമ്മളെ ഇവിടം വരെ എത്തി. യെസ്, നിങ്ങൾ ചോദിച്ച ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയപ്പോ ടീച്ചറെ എന്താണ് ഫേസ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. കാരണം ഞാൻ ഒരു വലിയ പ്രശ്നത്തിന്റെ ഉള്ളിൽ നിന്ന് കടന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫേസ് അങ്ങനെ ഇരുന്നത് കേട്ടോ. കാരണം PG ക്ലാസ് എടുക്കുകയായിരുന്നു. നല്ലോണം പ്രിപ്പയർ ചെയ്ത് പോയ ക്ലാസ് ആണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ഒരു വാക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സത്യമായിട്ടും ഒന്നും പറഞ്ഞ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അവിടെ സ്റ്റക്ക് ആയി പോയി. അതായത് ഇങ്ങനെ കഴിക്കുന്ന ഒരു മെത്തേഡാണ്. ഇങ്ങനെ നേരെ കഴിക്കുന്ന ഡെഫിനേഷൻസ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ എങ്ങനെ പറയും? കുറെ പ്രിപ്പയർ ചെയ്തിട്ട് പോയി. PG ഭയങ്കര ടഫാണ്. PG എന്ന് പറയുന്നത് ഡിപ്ലോമയുടെയാണ് കേട്ടോ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആണ്. എന്താണെന്ന് അറിയില്ല, ചില ദിവസത്തിന്റെ പ്രത്യേകത ആണോന്ന് അറിയില്ല. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്ന് കണ്ണൊക്കെ നിറഞ്ഞ് എടുക്കാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല എനിക്ക്. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ക്ലാസ് എടുത്തിട്ട് സ്കൂളിൽ ഉണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതെന്താന്ന് അറിയില്ല, ഒരു ബാഡ് ലക്ക് ആണോ എന്നറിയില്ല. ആ ഒരു വിഷമത്തിലാണ്. കുട്ടികൾ എന്ത് വിചാരിച്ചെന്ന് അറിയില്ല. പക്ഷെ എങ്ങനെയൊക്കെ ക്ലാസ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടി വന്നു. വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അവർക്ക് എനിക്കും മനസ്സിലാവുന്നില്ല പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്. അപ്പൊ അവരുടെ കാര്യം മനസ്സിലാവും. അപ്പോ വേറെ ഒന്നുമില്ല, ഒരു ഓർഗനൈസിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് പഠിപ്പിച്ചു കൊടുക്കണത്. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പറഞ്ഞു കൊടുക്കാനായിട്ട്. എങ്ങനെയൊക്കെ എടുത്തതോ ഭയങ്കര വിഷമമായിപ്പോ എനിക്ക് ആ ക്ലാസ്. അതിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. ഒരു എക്സ്പീരിയൻസ് ആണ്, ശരിയാണ്. പക്ഷെ നമ്മളുടെ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും അത്യാവശ്യം മോശമാവാതെ എടുക്കാറുണ്ട് ക്ലാസ്സുകൾ. മാക്സിമം പോവാറില്ല താഴത്തോട്ട്. അത് അത്രയും പ്രിപ്പയർ ചെയ്ത് വന്ന് എടുക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് പോയി. ഇതൊക്കെ ദിവസം പോയായിരുന്നു. ഇപ്പൊ 3 ക്ലാസ് ബാക്കിയുണ്ട്. ഇനി ഉണ്ട് 3 പേര് കൂടി ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു റെമഡിയൽ മെഷേഴ്സ് ആണ് MT8 എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പിന്നെ വായിക്കത്തിന് PDF ഓൺ ആയില്ല. അല്ലെങ്കിൽ ഇവിടെയും ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ആയി പോയാനായിട്ട് ക്ലാസ് ആണ്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു അനുഭവം കൊണ്ട് വെച്ച് പറയണം, നമ്മൾക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ഒരേപോലെ ആവുമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായത്.
നമ്മൾ പറയാറില്ല ചിലർക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഫേസ് ചെയ്യാതെ നിവർത്തിയില്ല അല്ലെ. പിന്നെ ഇതിന് പേരിൽ ഒരു കംപ്ലൈന്റ് വന്നാൽ ഞാനത് സ്വീകരിച്ചേ പറ്റുള്ളൂ. ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ സ്കൂൾ ഓഫീസിൽ പറഞ്ഞു വിടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും, പറയാൻ പറ്റില്ല. കൈയടിക്കണം മുന്നേറെ ഞാൻ പോകുന്നു പറഞ്ഞപ്പോ. മിസ് പോകാന്ന് പറഞ്ഞതിനല്ല ഞാൻ അടിച്ചത്, ഞാൻ ആടെ കമന്റ് വായിച്ച് അതിനിട്ടതാ. കമന്റ് എന്തായിരുന്നു? ഉർവശി ശാപം ഉപകാരം. നമ്മുടെ ക്ലാസ്സിൽ കമന്റില്ലല്ലേ? കമന്റില്ലാത്തതിന്റെ ഒരു ചെറിയൊരു കുറവുണ്ട്. കമന്റ് ഓഫാണ് കുറച്ച് നാളുണ്ട്. പിന്നെ അധികം മെസ്സേജ് വിട്ട് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ മെസ്സേജ് കുറയ്ക്കുന്നതാ. കമനെ ഞാൻ ഇൻസ്റ്റയില് കാണാറുണ്ട് വീഡിയോസ് ഒക്കെ. കമന ഫുൾ കറക്കത്തിലാണ്. കറങ്ങിക്കോട്ടെ അല്ലേ? അതൊക്കെ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട സമയമായുള്ള എന്നിട്ട് വരാതിരിക്കുന്നയാ. ആണോ? അത് കഴിഞ്ഞ് ഞായറാഴ്ച ഫാമിലി ഡ്യൂട്ടി. ഓക്കെ, പോയല്ലേ? ഓക്കെ, ശരി ശരി. ആ കമന്റെ മുടി വെട്ടിയിടത്ത് ഞാൻ കണ്ടു, നല്ല ഭംഗിയുണ്ട് അല്ലേ? ഒരു സമയത്ത് ഞാൻ അങ്ങനെ വെട്ടിയിട്ടിരുന്ന ആളായിരുന്നു. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കിടക്കുകയായിരുന്നു. പിന്നെ അത് വളർന്നു, പിന്നെ മുടി വെട്ടാറില്ല, ഇങ്ങനെ പോകുന്നു. നല്ല പൈസ അമ്മ മുടി വെട്ടാനൊക്കെ. നമ്മൾ എന്നെ കുത്തുന്ന വെട്ടിന്റെ ഒരു പൈസയും കൊടുക്കാണ്ട് വെട്ടി കിട്ടുകയും ചെയ്യും. ആ ശരി. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങള് പഠിക്കുന്ന ഭാഗങ്ങൾ പഠിച്ചു പോകുന്നില്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നതൊക്കെ പഠിച്ചു പോകുന്നില്ലേ ഓരോ ചാപ്റ്റർ വൈസ്? പറയാനുള്ള കാരണം നമ്മുടെ മോഡൽ എക്സാമിന് നമ്മൾ ഈ ക്വസ്റ്റ്യൻസുകൾ തന്നെ ആയിരിക്കും മോഡലിൽ വരുന്നത്. അപ്പൊ ഇപ്പോഴേ തന്നെ ഓരോ ചാപ്റ്റർ നല്ല പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ചോളാം കേട്ടോ. ഓക്കെ, ഒരു മടിയും വിചാരിക്കേണ്ട. ഇത് കിട്ടുന്ന സമയം വെച്ച് പഠിച്ചു. എക്സാം ഒക്കെ മോഡലൊക്കെ പെട്ടെന്ന് തന്നെ വരും. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽസ് അതിന്റെ ഇടയിൽ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇപ്പൊ എത്ര ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്? ഇപ്പൊ എത്രയോ ചാപ്റ്റേഴ്സ് എല്ലാ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കിട്ടിയ നോട്ട്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴേ പഠിച്ചു പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. യെസ്. പിന്നെ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മള് എന്തൊക്കെ ചെയ്താലും പഠിപ്പ് വേറൊരു ഇമ്പോർട്ടന്റ് ഭാഗമായിട്ട് തന്നെ വിചാരിക്കാം. പിന്നെ എന്താണ്, ക്ലാസ് എടുക്കാൻ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ഓരോ ടോപ്പിക്സോ ആക്ടിവിറ്റീസോ ഒക്കെ സ്വയം ക്ലാസ് എടുക്കാൻ പറഞ്ഞിരുന്നു. അലമാരയുടെ മുമ്പിലോ അല്ലെങ്കിൽ ചെടിയോ മരമോ പൂവോ എന്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യണില്ല. എന്താ ചെയ്യാത്തെ? ഇപ്പൊ ഫുൾ ബിസി ആയി. അല്ല റെക്കോർഡ്സ് ഓക്കെ, എന്ത് ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ സമയം കണ്ടെത്തണം കേട്ടോ. നമ്മൾക്ക് തന്നെ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ടൈമാണത് ശരിക്കും. അല്ലെങ്കിൽ സ്കൂൾ ഓപ്പണിംഗ് ആയി കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾക്ക് ഒരു ഹറി ആയിട്ട് ക്ലാസ് എടുക്കേണ്ടി വരേണ്ടത്. അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം. സംസാരിക്കാൻ കഴിയണം. ടീച്ചർ പറയാറില്ലേ, സംസാരിക്കാൻ പറ്റണം. നിങ്ങൾ ഒരിക്കലും ഒരു മൊമെന്റിൽ നിന്ന് പോകരുത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നിന്ന് പോകരുത്. നിന്ന് പോയാൽ വീണ്ടെടുത്ത് നിന്ന് എഴുന്നേറ്റ് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഇപ്പൊ പോയോ ആയിക്കോട്ടെ. ഇപ്പൊ ചെറിയ പോയ കിട്ടിയാലും നിങ്ങൾ അതൊന്ന് പാടി പഠിപ്പിക്കുക കേട്ടോ. സൈൻ ഔട്ട് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ക്ലാസ് എടുക്കാൻ പ്രിപ്പയർ ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. സബ്ജക്ട്സും പോർഷൻസ് ഒക്കെ അതിന്റെ വഴിക്ക് കടന്നു പോകും. നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാവുക, പഠിപ്പിക്കാൻ തയ്യാറാവുക, പഠിപ്പിച്ച് നോക്കുക. കുട്ടികളെ പഠിപ്പിച്ച് നോക്കുക കേട്ടോ. പഠിപ്പിച്ച് നോക്കുമ്പോൾ ടീച്ചർ പറയാറുണ്ട് ഓരോ കാര്യങ്ങൾ. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ ഓക്കെ ആയിരിക്കണം. വെറുതെ ഇപ്പൊ നിങ്ങൾ നോർമലി ഏത് ഡ്രസ് എടുത്തിട്ടോ ക്ലാസ് എടുത്തിട്ടോ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ പോസ്റ്റർ ഒക്കെ കറക്റ്റ് ആയിരിക്കണം. നേരെ നിന്ന് ക്ലാസ് എടുക്കണം. കുട്ടികൾ സംശയം ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ഫേസ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നോ? സംശയം ചോദിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ സംശയം ചോദിക്കുന്ന സമയത്ത് നമ്മള് ഒബ്സർവ് ചെയ്യുന്നത് നമ്മളുടെ പോസ്റ്റേഴ്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക. അതൊരു പോസ്റ്റർ ആണ്, ടീച്ചറിന്റെ ഒരു പോസ്റ്റർ ആണ് അത് കേട്ടോ. കേൾക്കുന്നുണ്ട്, കുട്ടിക്ക് മനസ്സിലാവും ടീച്ചർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ കൺസേൺ ചെയ്യുന്നുണ്ട്, ടീച്ചർ മനസ്സിലായി. ഇങ്ങനെ നോക്കുക. യെസ്. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഫേസിലായുള്ള എക്സ്പ്രഷൻസ് വരാൻ ശ്രമിക്കും. നിങ്ങൾ അതൊക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം കേട്ടോ. ആക്ടിങ് എന്താണ്? ആക്ടിങ് വേണം. ആക്ടിങ് ആണ് ശരിക്കും ടീച്ചറിന്റെ ലൈഫ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു ഫസ്റ്റ് പീരീഡ് തുടങ്ങി അവസാന പീരീഡ് വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ കുട്ടികളുടെ മുമ്പില്. അതൊരു ആക്ടിങ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പറയുമ്പോൾ വോയിസ് മോഡുലേഷൻസ്, ഓരോ വാക്കുകൾ പ്രത്യേകിച്ച് മോണ്ടിസോറിയിൽ നിങ്ങൾ ഇംഗ്ലീഷ് വാക്കുകൾ പ്രൊനൗൺസിയേഷൻ ചെയ്യുന്ന സമയത്ത് ലെറ്റേഴ്സിനൊക്കെ സ്ട്രെസ് കൊടുക്കുന്ന സ്ഥലത്ത് സ്ട്രെസ് കൊടുക്കുക. പിന്നെ നമ്മൾ സൈലന്റ് ആയിട്ടുള്ള വേർഡ്സുകൾ അറിയില്ലേ, നൈഫ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആഡ് ചെയ്യണം.
ഓക്കെ, ഒരിക്കലും കുട്ടികൾക്ക് ഒരു തെറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ സ്ട്രെസ് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ വോയിസ് ഓപ്പൺ ആക്കിയിട്ട് പറയണം. സ്ട്രെസ് ചെയ്ത് ക്ലാസ്സിൽ പറയൂലേ അൻ ആപ്പിൾ എന്ന് പറയുമ്പോ അൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ശ്രദ്ധിക്കില്ല. അൻ ആപ്പിൾ, അൻ ഓറഞ്ച്, അൻ എലിഫന്റ്. കുട്ടിക്ക് വല്ല ഇൻട്രസ്റ്റ് തോന്നോ നിങ്ങൾ പറഞ്ഞ അൻ ആപ്പിൾ എന്ന് പറയാൻ പറ്റണം അല്ലെ? വളരെ എക്സ്പ്രസീവ് ആയിട്ട് പറയാനായിട്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. പിന്നെ നമ്പേഴ്സ് പഠിക്കുമ്പോൾ 1, 1, 2, 3 എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സ്ട്രെസ് ചെയ്യാം. ഓരോ ലെറ്റേഴ്സും ഓരോ നമ്പേഴ്സ് സ്ട്രെസ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറയണം കേട്ടോ. ഒരു 10ൽ അവർ വീഴണം, 10ാമത്തെ നമ്പറിൽ അവർ വീഴണം കേട്ടോ. അങ്ങനെ ആയിരിക്കണം എടുക്കുന്നത്. പോയം പഠിപ്പിക്കുന്ന സമയത്ത് പോയത്തിന്റെ ലൈൻസുകള് പാടാൻ അറിയില്ലെങ്കിൽ പോലെങ്കിലും നമ്മൾ പ്രിപ്പയർഡ് ആവാം. പാടാൻ അറിയില്ലെങ്കിൽ പോലും കുട്ടികളെ നിങ്ങളുടെ ആക്ഷൻസ് കാണിച്ചുകൊണ്ട് അവരെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുക കേട്ടോ. വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ക്ലാസ്സിൽ. ഒരിക്കലും ഒടിഞ്ഞു തൂങ്ങി പോയി ക്ലാസ് എടുക്കരുത് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഒരു നേച്ചർ ഉണ്ടെങ്കിൽ ചിലപ്പോ ചിലവര് ഇപ്പൊ നമ്മുടെ ഇവിടെ ക്ലാസ്സിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ ചിലവർക്ക് ഒരു നേച്ചർ ഉണ്ടാവും, ഒരു പതുങ്ങിയ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടാവും. ആ പതുങ്ങിയ സ്വഭാവം ക്ലാസ്സിൽ പോയി നിങ്ങൾ കാണിക്കരുത് കേട്ടോ. കാണിക്കരുത്. കുട്ടികളോട് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. എന്താണ് മുനീറ? ഓക്കെ മാം പറഞ്ഞോ. ഞാനാണോ? അല്ല ഓക്കെ എന്ന് പറഞ്ഞതാ. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റോറീസ് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ വളരെ എക്സ്പ്രസീവ് ആയിരിക്കണം കേട്ടോ. സ്റ്റോറീസ് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, അതാണ് ടീച്ചർ ഇപ്പോഴേ പറയുന്നത്, പ്രിപ്പയർഡ് ആവാൻ. ഇപ്പോഴേ സ്റ്റോറീസ് ഒക്കെ ക്ലാസ് എടുത്ത് തുടങ്ങിക്കോ. പിന്നെ നമ്മള് ബ്ലാക്ക് ബോർഡ് അറേഞ്ച്മെന്റ്സ് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, അത് അപ്പൊ പഠിപ്പിച്ചു തരാം കേട്ടോ. ബ്ലാക്ക് ബോർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടതൊക്കെ പഠിപ്പിച്ചു തരാനുണ്ട്. പാർട്ട് 4ലേക്കാണ് നമ്മളത് പഠിക്കുന്നത് കേട്ടോ. ഒരു ഡെമോൺസ്ട്രേഷൻ ആരും ഒരു ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞതാണ്. ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. കുറച്ചു നേരം അവര് നോക്കിയിട്ട് അങ്ങ് പോയിക്കോളൂ. കുറച്ചു നേരം ഒബ്സർവ് ചെയ്യും, അവര് ക്ലാസ് എടുക്കുന്നുണ്ടോ. അവരൊന്നും മൈൻഡ് ചെയ്യരുത്, അവരൊന്നല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾക്ക് ഒരു കണ്ടന്റ് പഠിപ്പിക്കാനുണ്ട്, ഒരു ആക്ടിവിറ്റി കുട്ടികളെ ചെയ്യിപ്പിക്കാനുണ്ട്. കുട്ടികളാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അവർ ഇൻട്രസ്റ്റഡ് ആവാനുള്ള രീതിയിൽ നമ്മൾ എക്സ്പ്രസീവ് ആയിരിക്കുക. എക്സ്പ്രസീവ് ആയിരിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എക്സ്പ്രസീവ് ആയിട്ട് കുട്ടികളെ എന്താണ് ഇന്ററാക്ട് ചെയ്യുക, അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വേറെന്താണ്, ബാക്കി സൈക്കോളജി പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. വേറെന്താണ്, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? മാം, നമ്മൾ ക്ലാസ് എടുക്കുമ്പോ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, അതായത് ഇപ്പോ എങ്ങനെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് കുറെ ഐഡിയാസുകൾ കണ്ടുപിടിച്ചിട്ട് പോകണം. അതായത് ഇപ്പൊ ഗുഡ് മോർണിംഗ് തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റണം. എന്നും ഗുഡ് മോർണിംഗ് എന്ന് പറയരുത്. അല്ലാതെ ഒന്നില്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റും? ഗുഡ് മോർണിംഗ് പറയാനായിട്ട് അല്ലെ? എന്തെങ്കിലും ഒരു ക്രിയേഷൻ ഒക്കെ കാണിച്ചുകൊണ്ട്. മാം, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങില് ഫസ്റ്റ് ആയിട്ട് ക്ലാസ് ഓപ്പൺ ചെയ്യുമ്പോൾ കുട്ടികൾ വരുന്നു, കുട്ടികളെ ലൈനായിട്ട് നിർത്തുന്നു, ക്ലാസ് ടീച്ചർ ഫ്രണ്ടിൽ നിൽക്കുന്നു. എന്നിട്ട് ഹഗ് വേണ്ടവർക്ക് ഹഗ്, ഏതാണാവോ ഈ ഒരു ചാർട്ടിൽ വന്നിട്ട് ഹഗ്, പിന്നെ ഹാൻഡ് ഷേക്ക്, പിന്നെ കിസ്, അങ്ങനെ ഓരോന്ന് വെച്ച് ചാർട്ടില് അതില് ആ കുട്ടിക്ക് ഏതാണ് വേണ്ടത് അത് ടച്ച് ചെയ്യാൻ പറയുന്നു. ടച്ച് ചെയ്തിട്ട് മാം അത് കുട്ടി വന്നിട്ട് ഹഗ്ഗാണ് വേണമെന്ന് വെച്ചാൽ അപ്പോൾ മാം അവരുടെ ക്ലാസ് ടീച്ചർ വന്ന് ഹഗ് ചെയ്യുന്നു. പിന്നെ കിസ്സാണ് വേണമെന്ന് വെച്ചാൽ കിസ് ചെയ്യുന്നു. അതുപോലെയാണ്. നിങ്ങൾ കിസിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കുന്നത്. സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇപ്പോൾ നിങ്ങൾ ചാർട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയിട്ട് കുട്ടികളെ പുറത്തു നിർത്താം. പുറത്തു നിർത്തിയതിനു ശേഷം ചാർട്ട് അവിടെ വെച്ചിട്ട് കുറെ സൈനുകൾ വെക്കുക. ചിലപ്പോൾ ഹഗ്ഗിങ് എന്തായിരിക്കണം ഫസ്റ്റ് ഡേ കേട്ടോ. ഫസ്റ്റ് തന്നെ ചെയ്യണമെന്നില്ല. ഹഗ് ചെയ്യുക, ഷേക്ക് ഹാൻഡ് കൊടുക്കുക, പിന്നെന്താണ്, പിന്നെ അതിങ്ങനെ ഒരു മൂവ്മെന്റ് ഇല്ല, ഇതിങ്ങനെ ടീച്ചറിന്റെ കൈ വെച്ചിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്യരുത്. നമ്മള് ഇങ്ങനെ അങ്ങനെ ചെയ്യിപ്പിക്കാം. കിസ് ചെയ്യുക. കിസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും കവളിൽ കൊടുക്കണ്ട കേട്ടോ, കയ്യിൽ കൊടുക്കുക കേട്ടോ. കയ്യിൽ മതി, കവളിൽ കൊടുക്കണ്ട. പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിൽ കൊടുക്കുക. അങ്ങനെ ഒരു മെത്തേഡ് വെക്കാം. പിന്നെ ഗുഡ് മോർണിംഗ് നമ്മള്
എന്തെങ്കിലും ഒരു പാട്ടിലൂടെ ഗുഡ് മോർണിംഗ് പറയാം. എന്തെങ്കിലും ഒരു പോയം ഗുഡ് മോർണിംഗുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പാടിയതിനു ശേഷം അവസാനം അത് ഗുഡ് മോർണിംഗിൽ അവസാനിപ്പിക്കണം. ദെൻ അതേ പക്ഷം ആ പാട്ടിലൂടെ നമ്മുടെ ബോർഡിൽ എഴുതാം ഗുഡ് മോർണിംഗ് എഴുതാം. ബോർഡിലൂടെ പാട്ടും പാടാം, നേരെ ബോർഡിൽ ചെന്നിട്ട് ഗുഡ് മോർണിംഗ് എഴുതാം. അങ്ങനെ ക്ലാസ് പ്രസന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമുക്ക് എഴുതി കൊണ്ടുപോകാം. കയ്യിൽ പിടിച്ചിട്ട് പ്ലേ കാർഡ് പോലെ എന്തെങ്കിലും കയറി വരുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇങ്ങനെ കാണിക്കാം, വെറുതെ കാണിക്കാം. അതൊക്കെ ഒരു മെത്തേഡാണ്. വെറുതെ ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ പല മെത്തേഡ്സ് നമുക്ക് വരും. ഓക്കെ, യെസ്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നല്ല പ്രയറിലൂടെ ഇപ്പൊ ഗ്ലേജസ് ഒന്നും വേണ്ട, അല്ലാതെ ഗ്ലേജസ് ഒന്നും അല്ലാത്ത രീതിയിൽ ഒരു പ്രയർ പ്രാർത്ഥിക്കാം. പ്രയർ പാടിയതിനു ശേഷം നല്ലൊരു ഗുഡ് മോർണിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയുന്നതിന് ശേഷം ഗുഡ് മോർണിംഗ് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം കേട്ടോ. ഐഡിയാസ് ഒക്കെ തനിയെ വന്നോളൂ, അതൊന്നും പേടിക്കാൻ. മാം, നമ്മൾ ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എങ്ങനെയായിരിക്കും ക്ലാസ്സിൽ പോവുക? അങ്ങനെ നമ്മളിപ്പോ മൊത്തം ക്ലാസ്സിൽ അല്ല, നമ്മളിപ്പോ ഫുള്ള് ക്ലാസ് ഇംഗ്ലീഷിലായിരിക്കുമല്ലോ. നമ്മൾ കുഞ്ഞു കുട്ടികളുടെ അടുത്ത് ഫുൾ ഇംഗ്ലീഷിലൊന്നും ആയിരിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് ഇന്റർനാഷണൽ സ്കൂൾസിലൊക്കെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് പറയുന്നവരുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം പറയണം കേട്ടോ. മാക്സിമം നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അവർക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താണോ പോയിന്റ്സ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ മഴയെ കുറിച്ചിട്ടാണ്, റെയിനെ കുറിച്ചിട്ടാണെങ്കിൽ മഴ വരുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഒരു ഐഡിയ പോലെ ഇരിക്കും. ഒരു കുഴപ്പമില്ല മലയാളത്തിൽ പറഞ്ഞെന്ന് വെച്ചിട്ടോ, ഒരു പ്രശ്നമില്ല. അവർക്ക് മനസ്സിലാവണ്ടേ അല്ലെ? എല്ലാ കുട്ടികളും ഒരേപോലെ അല്ല, അത് വ്യത്യാസം മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ് എടുക്കാറായിട്ട്. അതൊന്നും പ്രശ്നമില്ല, ആരും ടെൻഷൻ അടിക്കണം. പക്ഷെ ഇംഗ്ലീഷ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം കേട്ടോ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, നോർമൽ ഇംഗ്ലീഷ് അല്ല, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ളത് ഒരുപാട് വീഡിയോസ് അല്ലാതെ ഇവിടുത്തെ അശ്വിൻ മിസ്സിനോട് ചോദിക്കുക. അങ്ങനെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർ ടീച്ചർ പറഞ്ഞു തരും. ഓക്കെ, പിന്നെ അങ്ങനെയൊക്കെയാണ്. നമുക്ക് എങ്ങനെ വന്നാലും ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രിപ്പയർഡ് ആയി പോകാൻ പറ്റുള്ളൂ. ആ ക്ലാസ് മുറി അപ്പൊ എങ്ങനെയായിരിക്കും അതിനനുസരിച്ച് കുട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യും അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ആ ക്ലാസ് പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഞങ്ങളുടെ അനുഭവം വരാണ്ടില്ലേ, ചിലപ്പോൾ എത്ര പ്രിപ്പയർ ചെയ്ത് പോയാലും നല്ല രീതിയിൽ എടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അവിടെയും നമ്മൾ ക്ലാസ് എടുക്കാതിരിക്കരുത്, എങ്ങനെയെങ്കിലും എടുത്ത് തീർക്കാൻ ശ്രമിക്കണം. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു കടത്തെടുത്തെന്നല്ല പറയുന്നത്. ഇതേ ഒരാള് വന്നേക്കണുണ്ടോ? ആരാത്? ആഫ്റ്റർനൂൺ മിസ്. എനിക്ക് മനസ്സിലായില്ല വരാണ്. ഒരു പുതിയ അഡ്മിഷൻ, ന്യൂ സ്റ്റുഡന്റ്. ഈ സമയത്തൊക്കെ ഞങ്ങൾ അടുത്ത ആഴ്ച വരും. ഏതോ ബംഗാളിയാന്ന് തോന്നുന്നു. ഓ മുന്നോ മിസ്, ഇപ്പൊ സൺഡേ ഹസ്ബൻഡ് പോവും മിസ്. ഇപ്പൊ മറ്റന്നാളെ പോകത്തുള്ളൂ. അപ്പൊ ഈവനിങ് ആണ് ഫ്ലൈറ്റ്, നൈറ്റ് ആണ്. ഇൻഷാല്ല നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ എന്തായാലും ഇൻഷാല്ല ഉണ്ടാവും. പിന്നെ ഞാൻ നാഗരഞ്ജന്റെ ക്ലാസ്സിൽ ഒന്ന് കേറട്ടെ. അപ്പൊ ഞാൻ ആർക്കും മെസ്സേജ് അയച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ ക്ലാസ് അല്ല എന്ന് പറഞ്ഞു, അതാ ഓടി വന്നേ. ജസ്റ്റ് ഒന്ന് കണ്ടൊരു ഹായ് പറയാം, എല്ലാരോടും പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അതല്ല, നമ്മുടെ PDF ഓപ്പൺ ആയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പോയത് ക്ലാസ്. ഞങ്ങൾ ഒരു ചായ ഉണ്ടാക്കി തുടങ്ങിയതാണ്, ഇവിടം വരെ എത്തി. ഞങ്ങൾ രാവിലെ ചായ ഉണ്ടാക്കി തുടങ്ങി, 11:30 കഴിഞ്ഞപ്പോ. അപ്പൊ തുടങ്ങി ഇവിടം വരെ എത്തി. പിന്നെ ഇപ്പൊ ക്ലാസ് എടുക്കണം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, UKG ക്ലാസ് എടുത്തോണ്ടിരിക്കുക ആണല്ലേ? UKG സ്റ്റുഡൻസിന്റെ ക്ലാസ്. ഓക്കെ ഓക്കെ. ഞാനും എല്ലാരെയും മിസ് ചെയ്തു മാം. ഇത്രയും ദിവസം എല്ലാരെയും മിസ് ചെയ്തു. എനിക്ക് നോട്ട്സ് ഒക്കെ കാണുമ്പോ സങ്കടവും വരും. എല്ലാരെയും മിസ് ചെയ്തു. ഞാനിപ്പോ അടുത്ത ലാസ്റ്റ് ഇപ്പൊ എനിക്കത് 2 ആഴ്ച ചേർത്തുകൊണ്ട് കേറിയില്ല, കേറാൻ പറ്റിയില്ല. തിരക്കായിരുന്നു നല്ല. അപ്പൊ ഹസ്ബൻഡിനോടൊക്കെ ഞങ്ങളുടെ അഞ്ചാറ് അന്വേഷണം പറയാം, ഉറപ്പായിട്ടും മാം. പുതിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. നെക്സ്റ്റ് ജോബ് മാറി കയറണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തോടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഇല്ല ഇല്ല ഇല്ല, അത് നോക്കിയില്ല, ചെന്നിട്ട് വേണം അതിനുള്ള. അപ്പൊ ആ ഒരു പ്രാർത്ഥന, ഒരു ബ്ലെസ്സിങ്. ഞങ്ങൾ കണ്ടു, സുന്ദരിയായിട്ടുള്ള മുടിയൊക്കെ വെട്ടിയേട്ടോ. ഓ താങ്ക് യു മാം. മുടിയൊക്കെ പഴയപടിയായി. എല്ലാരും ചോദിച്ചു, എന്റെ മുടി അങ്ങനെയൊന്നും അടങ്ങിയിരിക്കില്ല. ഇതവര് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തപ്പം അങ്ങനെ കിടന്നതാണ് മാം. പിന്നെ അതങ്ങ് പഴയ പോലെ ആവും.
എന്നാലും കട്ട് കിടപ്പുണ്ട്, അതേപോലെ ഉണ്ട്. ഓക്കെ അപ്പൊ ഓക്കെ തന്നെ. ഓക്കെ മിസ്, ടാറ്റാ ബൈ. പിന്നെ കാണാം, നെക്സ്റ്റ് വീക്ക് കാണാം. മൈ ഡിയർ ഫ്രണ്ട്സ്, മിസ് യു ഉമ്മ. ടാറ്റ, നെക്സ്റ്റ് വീക്ക് കാണാം. ടാറ്റ ടാറ്റ. പക്ഷെ തന്നെ മിസ് ചെയ്തില്ല കേട്ടോ. ഇൻസ്റ്റയിൽ അങ്ങനെ കാണുന്നുണ്ട്, ഞാൻ മിസ് ചെയ്തില്ല. എപ്പോഴും കാണല്ലേ? മിസ്സിന് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു തോന്നുന്നു, രണ്ടുപേർക്കും മെസ്സേജ് ഇട്ടു, അശ്വതി മിസ്സിനും. ഓ, ക്ലാസ് ഇല്ലായിരുന്നോ അപ്പൊ? ക്ലാസ് ഇല്ല, മിസ്സിന്റെ ക്ലാസ് ഈ വീക്ക് കയറിയിട്ടില്ല അശ്വതി. ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി, ഞാൻ മിസ്സിന്റെ പോസ്റ്റ് ഒക്കെ കാണാറുണ്ട്. നെക്സ്റ്റ് വീക്ക് കാണാം മാം, നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. തനൂന്ന് വിളിക്കുന്ന തമന്നേനെയാണോ നിങ്ങള്? അതെ അതെ, ഉമ്മ ചേച്ചി വിളിക്കുന്നത് അങ്ങനെയാ. ഒരുപാട് പേരുണ്ട് ഇതില്, തമ്മു വിളിക്കുന്നവരുണ്ട്, തനു വിളിക്കുന്നവരുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടോ ഈ ഒരു സമയത്ത്, ഇതേപോലെ കുറെ നല്ല കൂട്ടുകാരെ കിട്ടാനായിട്ട്. അതിങ്ങനെ എന്താ പറയാ, ലക്കാണ്. ഓക്കെ, അപ്പൊ ലൈഫ് ലോങ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇതേ സൗഹൃദങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ ലൈഫ് ലോങ് പോട്ടെ. അതെ മാം, അതെ അതെ. നമുക്ക് നല്ല സൗഹൃദങ്ങൾ എപ്പോഴും ഒരു അസെപ്റ്റ് ആണ്, എപ്പോഴും അത് എന്നും അത് നല്ലൊരു ഓർമ്മയാണ് അല്ലെ. ഇവരെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്കൊരു വേദന തോന്നില്ല. എപ്പോഴും വേദന തോന്നുന്നത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വേദന മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലാസ്സുകൾ ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു അത് വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ എപ്പോഴും നിങ്ങളിൽ നിന്നുള്ള ഓർമ്മകൾ എന്നും നല്ലത് മാത്രമേ ഉള്ളൂ. ഓർക്കാൻ തന്നെ ഇഷ്ടമാണ് നിങ്ങളെ കുറിച്ചിട്ട്. കാരണം എല്ലാവരെയും നമുക്കിപ്പോ പേഴ്സണലി അറിയാം, എല്ലാവരെ കുറിച്ച് എന്താണ് ഓരോരുത്തർ എന്നുള്ളത് കുറെ പേരൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അത് വളരെ സന്തോഷത്തോടെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ക്ലാസ്സിൽ കയറുന്നത്. എപ്പോഴും പറയാറില്ല, ഇത് പറയുന്നത് വെറുതെ അല്ല കേട്ടോ, സന്തോഷം കൊണ്ടാണ് ക്ലാസ്സിൽ കയറുന്നത്. വിഷമിച്ച് കയറിയാൽ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഇങ്ങനെയായിരിക്കും. കണ്ണ് കെട്ടാതിരിക്കട്ടെ. നല്ല കോപ്പറേഷൻ ഉള്ള ക്ലാസ് ആണ്. അതെ, അതാണ് കോപ്പറേറ്റീവ് ആയിരിക്കണം. ഞങ്ങൾക്ക് ടീച്ചർമാരെ ശരിക്കും മിസ് ചെയ്യും ഈ ടൈമായ. പിന്നെ അപ്പൊ നിങ്ങളുടെ വെക്കേഷൻ ഒക്കെ ആയിട്ട് എന്താണ് പരിപാടി? ഇല്ലാതെ നമ്മുടെ സൈസിലുള്ള ഡൗട്ടുകൾ നമുക്ക് ചോദിച്ചാൽ അത് ക്ലിയർ ആവും. ഇതിപ്പോ ഏത് മേഖലയെന്നുള്ള ഡൗട്ടുകൾ ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്നതിന് തന്നെയല്ല, ബാക്കി പുറത്തുനിന്നാണെങ്കിലും എന്ത് കാര്യങ്ങളായാലും നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ അതിനെല്ലാം ആൻസർ ഉണ്ടാവും അവിടെ. താങ്ക് യു. എന്റെ ഒരു മണിക്കൂർ സ്വർഗമാണ് ക്ലാസ്. അല്ല, എന്റെ ഒരു മണിക്കൂർ സ്വർഗമാണ് ക്ലാസ് പറയാ. കുറെ ഡിപ്രഷൻ ഇവിടേക്ക് വന്നാ ഇപ്പൊ കുറച്ച് ചിരിച്ചു. ഇനിയിപ്പൊ ഇത് കഴിയുമ്പോ പിന്നെയും അതിലോട്ട് തന്നെ പിന്നെയും പോകും. എനിക്ക് വൈകുന്നേരം ഒരു ക്ലാസ് വെച്ചാൽ ഞാൻ സുഖമായി ഇരിക്കും. മോനിഷയുടെ പേര് പറയുമ്പോ എനിക്ക് മോനിഷ്യനെയാണ് ഓർമ്മ വന്നേട്ടാ. ശരിക്കും നമ്മുടെ ആക്ട്രസ് ഇല്ലേ, പറയാറുണ്ടല്ലോ. പക്ഷെ അത്ര മോനിഷ്യാണ്. അതിന് സുന്ദരിയാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ്. നല്ല ഡാൻസറാ. നല്ലൊരു കുടുംബിനിയായിട്ട് ഇരിക്കണം. കുടുംബിനി ഷർട്ട് ഇട്ടിരിക്കണം. നമ്മൾ ഏത് റോളും കൈകാര്യം ചെയ്യില്ലേ മനുഷ്യ, ഷർട്ട് ഇടും എല്ലാം ഇടും. എന്നിട്ട് എന്താണ് പരിപാടി വീട്ടില്? പരിപാടി ഒന്നുമില്ല, വെറുതെ അപ്പൊ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞു, ഇനി വേണം ഓരോന്ന് തുടങ്ങാൻ. ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പഴേ ക്ലാസ് കണ്ടപ്പോ മോനിഷയല്ല, വേറെ ഏത് ആക്ട്രസിനെ പോലെ തോന്നുന്നുണ്ട്, പഴയ ഒരു നടീനെ പോലെ. എന്നെ റീമാ കല്ലിങ്കലിനെ പറയാമേ. റിമാ കല്ലിങ്കലിനെ പോലെയുണ്ട്. ശരിയാ ശരിയാ, അത് കൊറേ പേര് പറയാറുണ്ട്, അതാ ഞാനും പറഞ്ഞത്, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ കണ്ടതിൽ സന്തോഷം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിങ്ങളൊന്ന് ക്യാമറ ഓൺ ചെയ്യാൻ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ, കാണാലോ. ക്യാമറ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ, ഇപ്പൊ വേണ്ട ചെയ്യണ്ട. ലാസ്റ്റ് ക്ലാസ്സിലേ റെക്കോർഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾ ബിസി ആയിരിക്കും. നമ്മുടെ ക്ലാസ് തീരുന്ന ലാസ്റ്റ് ദിവസം എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണം. ഏകദേശം ഒരു 3 മാസത്തിന്റെ അവസാനം ആവാൻ പറ്റും. ഓക്കെ, അത് വളരെ സന്തോഷമായിരിക്കുമല്ലോ എല്ലാവരെയും അന്ന് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ കോൺവൊക്കേഷന് സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നതിന് ശേഷം ഇച്ചിരി ഗ്യാപ്പ് ഇട്ടായിട്ട് പിന്നെ കാണണം. അതുവരെ ഒരു നല്ല ഓർമ്മയായിരിക്കും കേട്ടോ. അപ്പൊ സൈൻ ഔട്ട് ഉണ്ടോ?
ഫൈനോട്ടുണ്ട് മാം, ഞാൻ തന്നെ. പറഞ്ഞോളൂ. If I had no sense of humor, I would long ago have committed suicide. മഹാത്മാ ഗാന്ധി. എന്താ ചിരിച്ചേ? അല്ല, പെട്ടെന്ന് സൂസൈഡ് എന്ന് വന്നപ്പോ ഡിപ്രഷൻ. ഞാൻ ഡിപ്രഷൻ കൊണ്ട് എല്ലാരും ഡിപ്രഷൻ ആക്കണ്ടല്ലോ. എന്ത് ഡിപ്രഷനാണ് മോനിഷ? മോനിഷ സൈക്കോളജി പഠിച്ചിട്ട് മോനിഷയ്ക്ക് എന്ത് ഡിപ്രഷനാണ്? അല്ല ശരിയാണ്, പലപ്പോഴും ഇപ്പൊ ക്ലാസ് പഠിക്കുമ്പോഴാണ് അത് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷെ എനിക്കത് അത് പ്രവർത്തിക്കാൻ പറ്റുന്നത്, അത് അപ്ലൈ ചെയ്യാൻ ഒരു സാഹചര്യം അത് കുറെ ആയി ഇങ്ങനെ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ ആരോട് ഡിസ്കസ് ചെയ്യണം? പേഴ്സണൽ പ്രോബ്ലംസ് തന്നെ മാം. വീട്ടില് പിള്ളേരുടെ ആയാലും ഓരോന്നായാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു എന്റെ ഒരു ബുദ്ധിമുട്ട്. മോനിഷ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കാന്നുള്ളതിൽ അതാത് വിട്ടേക്കും കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം കുട്ടികളുടെ ഈ കൂടുതലുള്ള സമയമില്ലേ ഇപ്പോഴേ ഉണ്ടാവുള്ളൂ. അവര് വലുതായി കഴിഞ്ഞാൽ പിന്നെ വേറൊരു മൂഡാണ്. ഈ ഒരു സമയത്ത് അവരുടെ കൂടി ഇരിക്കുക, അവരോട് എൻജോയ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. മോണ്ടിസോറി ഞാൻ പഠിക്കുമ്പോ മോണ്ടിസോറി എന്നെ സഹായിക്കുന്നത് ഞാൻ ഇത്രയും കാലം വിചാരിച്ചു അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കും ഞാനാണ് പ്രശ്നം. പക്ഷെ എനിക്ക് എന്നെ അതങ്ങോട്ട് തിരുത്താൻ പറ്റുന്നില്ല. അതാണ് അതും ഞാൻ എന്താ ഇങ്ങനെ എന്നെ കൊണ്ട് എന്തുകൊണ്ട് പറ്റാത്തത് എന്നുള്ളതേ ഒരു ഇതിലോട്ട് പോകും. മോനിഷ ഒരു നല്ല ടീച്ചർ ആവാൻ പോണേണ്. അപ്പൊ മോനിഷ അത് മാറണം, സ്വമേധയാ മാറ്റിയെടുക്കണം കേട്ടോ. എന്തൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണോ ഞാൻ എല്ലാവർക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് ജീവിച്ചേ പറ്റൂ, തരണം ചെയ്യണം, ഫേസ് ചെയ്യണം. നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഇനി ഒരുപാട് അനുഭവങ്ങൾ നല്ലത് വരാനുണ്ടെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് പോവാം കേട്ടോ. കോൺഫിഡന്റ് ആയിട്ടിരിക്കട്ടെ മനുഷ്യ. ഒരു വിഷമവും വേണ്ട. വിഷമം ഉണ്ടെങ്കിൽ ഇത്രയും പേരുണ്ട് മനുഷ്യരുടെ കൂടെ. എന്തെങ്കിലും തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, നീയല്ലേ പറഞ്ഞു ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടെന്ന്, നീ അവരോട് പോയി ഒന്ന് ചോദിക്കുക എന്താന്നുള്ളത്. ഇന്നലെ അമ്മ പറഞ്ഞു. എന്താണ് വിഷമം നമ്മളോട് പറയണമെങ്കിൽ പറയാം, പേഴ്സണലി പറയണമെങ്കിൽ പറയാം. എപ്പോഴും നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും. ആരും ഉണ്ടാവില്ലെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അവർ ഒറ്റയ്ക്കാണ്, പക്ഷെ എന്തെങ്കിലും ആവശ്യം വന്ന ആളെ നമ്മൾ എന്തെങ്കിലും സപ്പോർട്ടിന് ഉണ്ടാവും കേട്ടോ. മാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് വിളിച്ചിട്ട് ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്, വെറുതെ വിഷമിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിനേക്കാളും വിഷമത്തിലാണ്. ഞാനാണ് അവൾ എന്നെ വിളിച്ച് പറയും മാം. കുറച്ച് കഴിഞ്ഞിട്ട് അവൾ അവളുടെ കാര്യം പറയുമ്പോ ഞാൻ അവളെ കുഴപ്പമില്ല സാരില്ല. ഇതന്നെ മാം, ഞങ്ങൾക്ക് തന്നെയാ പണി. മാം ഞാൻ പറയാം, അവൾക്കെങ്കിലും കുട്ടികൾ കൂടെ ഉണ്ട്, കുട്ടികളെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അതും കൂടി ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് മാം. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് അത് പറയും, കുട്ടികളെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന വേറെ ഒന്നും ആലോചിക്കണ്ടെന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ നോക്കുമ്പോ എന്നൊക്കെ എനിക്ക് ആരുമില്ല, ഞാൻ ഇങ്ങനെ നല്ലൊരു കൂട്ടുകാരി ജ്യോതി ഉണ്ട്. ജ്യോതിയോട് ഷെയർ ചെയ്യാൻ, ജ്യോതിയുടെ വിഷമം ജ്യോതി ഷെയർ ചെയ്യുമ്പോ രണ്ടുപേരും വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. അതിൽ നിന്ന് മോചിക്കരുത് കേട്ടോ. ആ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പറയും ഞങ്ങള്. പക്ഷെ പിന്നീട് അത് പിന്നെ പ്രശ്നം വരുമ്പോ പിന്നെ അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ അവളെ വിളിക്കും ഞാൻ, ഇത് അങ്ങനെയാണെടാ പറയും. ഞാൻ പറഞ്ഞിട്ട് അവളിന് സമാധാനമാക്കും. അപ്പൊ അവള് ശരിയാണ്. എനിക്ക് തോന്നുന്നുണ്ടോ ജീവിതം ഒരു പ്രശ്നമാണ്? ഞാൻ പറഞ്ഞു വന്ന ജീവിതം ഒരു വല്ലാത്തൊരു പ്രശ്നമായി മാറിയേക്കാണ്. ജീവിത പ്രശ്നം കുട്ടിയായിട്ട് ഇരുന്നാ മതിയായിരുന്നു മാം, കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെക്കാളും ഒന്നുമില്ലാത്ത എന്തോരം ആൾക്കാരെന്ന് അറിയാമോ, ഭക്ഷണം പോലും കിട്ടാതെ. നിങ്ങൾ ആഫ്രിക്കൻ കൺട്രീസിനെ കൊണ്ട് എടുത്തു, വേറെ ഒന്നായിട്ട് കമ്പയർ ചെയ്തില്ല കേട്ടോ. അവർക്ക് ഒന്നുമില്ലടോ. നമ്മളൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തോരം ലക്കിയസ്റ്റ് പേഴ്സൺസ് ആണ് നമ്മൾ എല്ലാവരും. എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം വെള്ളമെങ്കിലും കിട്ടുന്നില്ലേ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ബാക്കിയുള്ള ഇമോഷൻസ് ഒക്കെ അവർക്ക് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പറ്റും. നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ചിന്തിക്കാനൊന്നുമില്ല മാം. നമുക്കെന്ന് പറയുമ്പോ ചിന്തിക്കാൻ പിള്ളേരെ പഠിപ്പിക്കുന്ന കേസാണേലും ഇനിയത്തെ കാര്യങ്ങളായാലും സ്കൂളിലെ ഫീസ്, സ്കൂൾ തുറക്കാൻ പോലെ. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാൽ മാം പറഞ്ഞ രീതിയിലുള്ള ആൾക്കാർക്ക് ഒന്നും ചിന്തിക്കാനില്ല, അവർക്ക് ഭക്ഷണം മാത്രമാണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ഓമനിച്ച് കൊണ്ടുപോകുന്ന പൊന്നോമനകളൊക്കെ ഇല്ലേ, വളർത്തിക്കൊണ്ടുവരുന്ന പൊന്നോമനകൾ, അവരെല്ലാം വളർന്ന് പന്തലിച്ച് വേറൊരു സ്ഥലത്തേക്ക് കുടിയേറും പോകും. അപ്പോൾ ആരുണ്ടാവും എപ്പോഴും? നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. വരുന്നോ നമ്മൾ ഒറ്റയ്ക്കാണ്, ആരും ഡിപ്പെൻഡബിൾ ആയിട്ട് ഇരിക്കണ്ട. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. എത്ര ഫീലിങ്സ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അമ്മമാരാണെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോ. കുട്ടികൾ ഒരു സമയം കഴിയുമ്പോൾ അവർ അവരുടേതായ ചില്ലകളിലേക്ക് ചേക്കേറും കേട്ടോ. ആ സത്യം മനസ്സിലാക്കിയിട്ടുള്ളൂ. സത്യമാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവത്. ഒരുവിധം ഏജ് കഴിയുമ്പോ അവര് എന്നും കൂടെ ഉണ്ടാവും, പക്ഷെ
അവർക്ക് അവരുടേതായ ലൈഫിലേക്ക് അവർ പോകും. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ അവസാനം മനസ്സിലാക്കാൻ പോയാൽ നമുക്കത് വല്ലാത്തൊരു വിഷമായിരിക്കും കേട്ടോ. അങ്ങനെ ബാക്കി പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ പറയാം, ഇപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. പരിപാടിയൊക്കെ അടുത്ത ശേഷം പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.